ഇപ്പം ജന്മാഷ്ടമിയാണ് ഇന്ന്. അമ്പാടികൾ നിറഞ്ഞൊഴുകുന്നു, ഉണ്ണിക്കണ്ണന്മാര്, ഗോപികമാര്, ചെറിയ ഉണ്ണിക്കണ്ണന്മാർ, അതാണ് എപ്പോഴും ഒരു കൗതുകം ഉണർത്തുന്നത്. പക്ഷെ ഗോപികമാർ എപ്പോഴും വലുതായിരിക്കും, ശ്രദ്ധിച്ചിട്ടില്ലേ? അതിന് ഘോഷയാത്രയിലായിക്കോട്ടെ, പരിപാടിയിലായിക്കോട്ടെ, ഇപ്പൊ ഗുരുവായൂരിലൊക്കെ ആഘോഷ പരിപാടികളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ ഉണ്ണിക്കണ്ണൻ ചെറുതാവുകയും ഗോപികമാർ വലുതായി നിൽക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? അപ്പൊ ഇതിനകത്ത് നമ്മുടെ ഇതെല്ലാം നമ്മൾ കഥകളും മിത്തുമായിട്ടാണല്ലോ കാണേണ്ടത്. അതെ, അത് തന്നെ ഇത് പറയുമ്പോ തന്നെ നമുക്കൊന്ന് രസമാണ് അല്ലേ? ചെറിയ ഉണ്ണിക്കണ്ണൻ, ഗോപികമാര് അല്ലേ, കാണാൻ ഭയങ്കര കൗതുക, രസകരമാണ്, ഭയങ്കര രസകരമാണ്. മറ്റേ അതുപോലെ സുകുമാര ടീച്ചറിന്റെ കവിതയുണ്ടല്ലോ, കൃഷ്ണ നീ എന്നെ അറിയില്ല, ഗോകുലം മുഴുവൻ കരയുന്ന കൃഷ്ണ നീ മധുരയ്ക്ക് പോകുന്നു അത്രേ. ഗോപികമാരെല്ലാം അപ്പോഴത്തേക്ക് ദുഃഖത്തിലായിരുന്നു. അപ്പൊ ഈ മിത്തുകളും കഥകളും ഒക്കെ ആദ്യമേ ഇത് പ്രകടമാക്കുന്നത് അതിമനോഹരമായിരിക്കും, ഇത് കേൾക്കാനും കാണാനും രസം, മനസ്സിലായി? അതേ സമയത്ത് ഇത് നമ്മളുടെ സാമാന്യ ബുദ്ധിയെ ഡയറക്റ്റായിട്ട് ചോദ്യം ചെയ്യും. അവിടെയാണ് ഈ ഇന്ത്യൻ ഫിലോസഫിയുടെ ഈ ഫിലോസഫി അല്ലെങ്കിൽ ഇന്ത്യൻ ദർശനം, ഫിലോസഫി എന്ന് പറയുന്നത് ശരിയല്ല, ഇന്ത്യൻ ദർശനം പൊതിഞ്ഞു വെച്ചിരിക്കുന്നതിൻ്റെ ഭംഗി അവിടെയാണ്. ഈ മിത്തുകളെന്ന് പറയുന്ന ഒരു പൊതിയാണ്. ആ പൊതിയെ അഴിക്കണം. അത് പൊതിയെ അഴിക്കാൻ ശേഷിയില്ലാത്തവനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത രസകരമായ ഒരു കഥയായിട്ട് അവൻ്റെ ഉള്ളിൽ നിൽക്കും. ഓർക്കുമ്പോൾ അവനൊരു രസം തോന്നും. എത്ര ബോറായിട്ടിരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണെങ്കിലും ഈ ഉണ്ണിക്കണ്ണൻ്റെ കളിയും ഗോപികമാരുടെ കളിയെല്ലാം ആലോചിക്കുമ്പം മറ്റേ ഉറിയടിച്ച് പൊട്ടിക്കുന്നതൊക്കെ ആലോചിക്കുമ്പോൾ ആലോചിച്ച് നോക്കും. ഇതെല്ലാം തമാശയാണ് അല്ലേ? ഒരു രസം ഉത്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു വിവരമില്ലാത്ത വ്യക്തിയാണെങ്കിലും, ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത വ്യക്തിയും, ചിന്തിക്കാൻ ശേഷിയില്ലാത്ത വ്യക്തിയാണെങ്കിലും ഈ ഒരു സുഖം അവനുണ്ടാവും. അത് ഇതിൻ്റെ ഒരു ലക്ഷ്യമാണ്. ഇതൊരു ആപ്പാണ് ഈ സാധനം, ഒരു ആപ്പ് പോലെയാണ്. ഈ ആപ്പിൻ്റെ അൽഗോരിതം എല്ലാവർക്കും ഒന്നും അറിയണമെന്നില്ല, അറിയാനും പറ്റത്തില്ല അല്ലേ? നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ പേ, അത് ഉപയോഗിക്കുന്ന എത്രയോ ടെക്കുകൾ വരെയുണ്ട്. ഈ ടെക്കുകൾക്ക് ഇതിൻ്റെ അൽഗോരിതം അറിയാമോ? QR കോഡ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളങ്ങോട്ട് കാണിച്ചാൽ മതി, എന്തൊരു സിമ്പിളാണ് സാധനം അല്ലേ? ആ QR കോഡിന്റെ രൂപത്തെ നോക്കിക്കൊണ്ട് അതിന്റെ അൽഗോരിതത്തെ നമ്മൾ നിർണ്ണയിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. എന്ന് പറഞ്ഞതുപോലെ ഇതിനെ ഒരു QR കോഡ് പോലെ കണ്ടു നോക്കുക. ആ QR കോഡ് പോലെ കണ്ടു നോക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത്, അങ്ങനെ ഇതൊരു QR കോഡാണെന്ന് തിരിച്ചറിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് വളരെ ഈസി ആയിട്ട് അറിയാൻ കഴിയും ഇതിന്റെ പിന്നിലൊരു അൽഗോരിതം ഉണ്ടാകും അല്ലേ? അതൊരു സെക്കൻഡ് സ്റ്റേജാണ്. ഇതിന്റെ പിന്നിലൊരു അൽഗോരിതം ഉണ്ടായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിന്റെ അറിവ് രണ്ടാമത്തെ സ്റ്റേജാണ്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്ന സാധനം, ഈ അൽഗോരിതം ഏത് രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്, എങ്ങനെയായിരിക്കും അത് ഉണ്ടാകുന്നത്, അത് അറിയാവുന്നവനെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കോർ ഏരിയ അറിയാവുന്ന വ്യക്തിയായിരിക്കും. ആ കോർ ഏരിയ അറിയാവുന്ന വ്യക്തിയാണ് ഈ പറഞ്ഞതുപോലെ ഈ അൽഗോരിതം ഉണ്ടാക്കി ഈ QR കോഡിലേക്ക് ഇങ്ങനെ നമുക്കിട്ട് തരുന്ന സാധനം. എന്ന് പറഞ്ഞതുപോലെയാണ് ഇന്ത്യൻ ദർശനത്തിൻ്റെ ഒരു അവതരണം എന്ന് പറയുന്നത്. ഇപ്പം ഇതിനകത്തെടുത്ത് നോക്കുക, ഇതിനകത്ത് നമ്മൾ ആദ്യമേ ഇത് ചെയ്യുന്ന വെച്ചാൽ കൗതുകം ഉണ്ടെങ്കിലും അതോടൊപ്പം തന്നെ നമ്മുടെ സാമാന്യ ബുദ്ധി ഇത് ക്വസ്റ്റ്യൻ ചെയ്യും. ഒരു കൊച്ചു ഉണ്ണിക്കണ്ണൻ, അതിൻ്റെ പിന്നിൽ കിടന്ന് ഗോപികമാരെല്ലാം കൂടെ കിടന്നു ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് ഒരുവിധമുള്ള ഈ കൃഷ്ണഭക്തകളായ സ്ത്രീകളെ നമുക്ക് എത്ര വേണമെങ്കിലും കാണാം. എല്ലാവർക്കും പ്രണയമാണ് കൃഷ്ണനായിട്ട്. ഇപ്പൊ സുകുമാര ടീച്ചറിന്റെ കവിതയൊക്കെ കാണിക്കുന്ന പ്രണയമാണ്. കൃഷ്ണ നീ എന്നെ അറിയില്ല എന്നും പറയുന്നതാണ് കവിത തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ഈ കൃഷ്ണനെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത്രയും സ്ത്രീകൾ ഒന്നിച്ചൊരു ഉണ്ണിക്കണ്ണനെ പ്രണയിക്കുന്നു. അതുപോലും നമ്മുടെ സാമാന്യ ബുദ്ധിയെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ക്വസ്റ്റ്യനിങ്ങിൽ നിന്നാണ് ആ ചോദ്യം ചെയ്യലിലൂടെ അന്വേഷണം ആരംഭിക്കുക. അപ്പം ഇന്ത്യൻ ദർശനം നമുക്ക് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ സാധാരണ മത ചിന്തകളിലൂടെയോ ആചാരങ്ങളിലൂടെയോ പോയാൽ പറ്റത്തില്ല, നോർമൽ വേ പറ്റത്തില്ല. ഓൺലി സീക്കിങ്. അതാണ് ഇന്ത്യയിൽ വിശ്വാസം എന്നൊരു സംഗതിയേ ഇല്ല. ഇന്ത്യൻ ദർശനം എന്ന് പറയുന്നത് വിശ്വസിക്കുന്നവൻ ചത്തവൻ മരിച്ചവൻ എന്നാണ് പറയുന്നത്. അതിനപ്പുറമാണ്. കാര്യം ചത്തത് ജീർണിക്കും, മനസ്സിലായില്ലേ? ഇത് ചാകുകയല്ല, അന്വേഷിക്കുക. സീക്കേഴ്സ് മാത്രമേ ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സീക്ക് ചെയ്ത് കണ്ടെത്തുന്നു. അങ്ങനെ ഉള്ളിൽ കാണുന്ന കാഴ്ചയാണ് ദർശനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സിയർ എന്ന് പറയുന്ന സംഗതി. അപ്പം ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം നമ്മൾ ഉണ്ണിക്കണ്ണൻ്റെ ഇതെല്ലാം കളിക്കുന്നു. നാട്ടിൻപുറത്തൊക്കെ എല്ലാവരും പെൺകുട്ടികളെയും ഉണ്ണിക്കണ്ണനാക്കി ഒരുക്കും, ആൺകുട്ടികളെ ഒരുക്കും അല്ലേ? അപ്പം ഇതെന്താ കാണിക്കുന്നറിയോ? ഇതൊരു കുട്ടികളുടെ ഉള്ളിൽ ഒരു ആപ്പിനെ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു കുഞ്ഞ്, ഒരു 3 വയസ്സുള്ള കുഞ്ഞ്, 4 വയസ്സുള്ള കുഞ്ഞ് ഉണ്ണിക്കണ്ണനായിട്ട്, അല്ലെങ്കിൽ 3 വയസ്സുള്ള കുട്ടി ഉണ്ണിക്കണ്ണനായിട്ട് രൂപം കെട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ ഇതൊരു ഓർമ്മയായിട്ട് കിടക്കുന്നു. ആ ഓർമ്മ അവൻ്റെ DNA പോകുന്നത്. അതേപോലെ തന്നെ
ഈ മുതിർന്നവർ ഈ കുട്ടിയെ സ്വന്തം കുട്ടിയാണെങ്കിലും ഈ വേഷം കെട്ടി കഴിയുമ്പോഴത്തേക്ക് ഉണ്ണിക്കണ്ണനായിട്ടാണ് കാണുന്നത്, ഇല്ലേ? ഈ ദർശനം വളരെ ലളിതമായിട്ട് പറയുക, എടാ പോയി നീ പോയി ഗുരുവായൂർ പോയി 12 മണിക്കൂർ ക്യൂ നിന്ന് ഉണ്ണിക്കണ്ണനെ കാണേണ്ട ആവശ്യമില്ല. നിന്റെ മുമ്പിൽ നിൽക്കുന്ന കുട്ടിയിലേക്ക് നോക്കിയാൽ ഗുരുവായൂർ പോകേണ്ട ആവശ്യമില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക അതിൻ്റെ പോസിബിലിറ്റി. എന്നിട്ട് അവർക്ക് ആ കുട്ടി കാണിക്കുന്ന കുസൃതികളെ ആ ഗുരുവായൂരിൽ ഉണ്ണിക്കണ്ണൻ കാണിക്കുന്ന കുസൃതി പോലെ കാണണമെന്നാണ് പറയുന്നത്. കുട്ടികളെ എങ്ങനെ വളർത്തണം മുതിർന്നവർ, രക്ഷകർത്താക്കൾ കുട്ടികളെ എങ്ങനെ കാണണം, മുതിർന്ന വ്യക്തികൾ കുട്ടികളെ എങ്ങനെ കാണണം എന്ന് മനോഹരമായിട്ട് ഇതിൽ കൂടുതൽ എങ്ങനെ മനോഹരമായിട്ട് പറയാൻ പറ്റും, അല്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് മുതിർന്നവർക്ക്. അതേ സമയത്ത് ഈ കുട്ടിയുടെ ഉള്ളിൽ ഒരു ആപ്പ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. താൻ 3 വയസ്സല്ലേ 4 വയസ്സുള്ള സമയത്ത് ഞാൻ ഇങ്ങനെ കണ്ണൻ്റെ വേഷം കെട്ടി ഉറിയടിച്ചിട്ടുണ്ട്. അപ്പം ഇതവൻ്റെ ഉള്ളിൽ കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവൻ്റെ ഉള്ളിൽ ഞാൻ തന്നെയാണ് ഉണ്ണിക്കണ്ണൻ എന്നുള്ള തോന്നൽ വരികയാണ് ചെയ്യുന്നത്, ആണായാലും പെണ്ണായാലും, അല്ലേ? അപ്പം വെറുതെ ഈ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഉണ്ണിക്കണ്ണനെ കണ്ടെത്തണമെന്നുള്ള ഏതെങ്കിലും ഒരു ചങ്ങാതിക്ക്, ഒരു വ്യക്തിക്ക് വളരുന്ന സമയത്ത് ബോധ്യം വന്നു കഴിഞ്ഞാൽ അന്വേഷണം ആരംഭിക്കുകയായി. ആ അന്വേഷണം ആരംഭിക്കുന്ന സമയത്ത് തന്നെ പ്രാഥമികമായിട്ട് പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പനയിലേക്ക് പോയാൽ സംഗതി മനസ്സിലാവും. അതല്ല, എനിക്കതിൻ്റെ അങ്ങേ അറ്റം അറിയണം. ഇപ്പം പൂന്താനം തന്നെ പറയുന്നുണ്ട്, എളുതായിട്ട് മുക്തി എന്ന് വെച്ചാൽ ലിബറേഷൻ, മോചനം, അജ്ഞതയിൽ നിന്ന് മോചനം നേടാനാണ് പറയുന്നത്. അതല്ല, അതിൻ്റെ ഏറ്റവും അറ്റം കണ്ടെത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് നാരായണീയം കിടപ്പുണ്ട്, മേൽപ്പത്തൂരിൻ്റെ സാന്ദ്രാനന്ദ ബോധം എന്ന് തുടങ്ങിയ സംഗതി. സാന്ദ്രം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അവൾ തുടങ്ങുന്ന സാധനമാണ്. എങ്ങനെയാണ് ഒരു ഗവേഷണ പ്രബന്ധം തയ്യാറാക്കണമെന്നുള്ളതിൻ്റെ ആ വരി പോലും എങ്ങനെയാണെന്നുള്ളത് പോലും ആ 4 വരിയുടെ കിട്ടും. അങ്ങനെ അന്വേഷണത്തിലേക്ക് കിടക്കാം. അപ്പം അവിടെ കണ്ടെത്തി കഴിയുമ്പോഴത്തേക്ക് ഇന്ന് വെസ്റ്റേൺ വേൾഡ്, പാശ്ചാത്യ ലോകം കണ്ടെത്തി ബുദ്ധിമുട്ടി നിൽക്കുന്ന അവസ്ഥയുടെ അപ്പുറത്തേക്ക് പോകാൻ അനായാസമായിട്ട് നമുക്ക് കഴിയും. ഇതിപ്പോൾ നമ്മുടെ AI ബബിൾ വന്ന് നിൽക്കുകയാണ് എവിടെ? അമേരിക്കയിൽ. കാര്യം എന്താ? പാശ്ചാത്യ ലോകം കണ്ടെത്തിയിരിക്കുന്ന ഭൗതിക ശാസ്ത്രത്തിന് പറ്റുന്ന സംഗതികൾ മുഴുവൻ AI ചെയ്തു തരും. പക്ഷേ അതിനടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റുന്നില്ല, സൂപ്പർ ഇൻ്റലിജൻസിലേക്ക് പോകാൻ പറ്റുന്നില്ല. അതിനു വേണ്ടിയിട്ടാണ് ആ പയ്യൻ്റെ പേര് ഞാൻ മറന്നു, 24 വയസ്സുള്ളൊരു പയ്യനെ സക്കർബർഗ്, ഇപ്പം എൻ്റെ പേര് മെറ്റാഡെറ്റ് എന്നോ അങ്ങനെ ഒരു പേരാണ്, മെറ്റഡെറ്റ് എന്നോ അങ്ങനെയാണ്, എനിക്ക് ഓർമ്മയില്ല. ആ 24 വയസ്സുള്ള പയ്യനേ ഉള്ളൂ. ഇന്ത്യൻ റുപ്പി 2900 കോടി റുപ്പി ഒരു വർഷം ശമ്പളം കൊടുത്തിട്ടാണ് പൊക്കിക്കൊണ്ട് പോയിരിക്കുന്നത് ഈ സൂപ്പർ ഇൻ്റലിജൻസ് കണ്ടെത്താനായിട്ട്. അപ്പോൾ ഇതിനപ്പുറത്തേക്കുള്ള സംഗതി, ഈ ക്വാണ്ടം ലെവലിനും അപ്പുറത്തേക്കുള്ള സംഗതി കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ പോകാം ഒരു കുട്ടിക്ക്. അത് ചെന്നെത്തുമ്പോഴാണ് ഈ പറഞ്ഞതുപോലെ ഞാൻ അന്ന് ആടിക്കെട്ടിയ ഉണ്ണികൃഷ്ണൻ ഈ കൃഷ്ണനാണ്, ഇന്നതാണെന്ന് തിരിച്ചറിയുന്നത്. മനസ്സിലായി? ഈ കൃഷ്ണൻ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ നമ്മൾ കാണുന്ന പോലെ ഈ ഒരു രൂപവും ആളും രാമനും ഒന്നും ജീവിച്ചിരുന്നോ അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഉപനിഷത്തിലുള്ള സാധനം, കലിസന്ധാരണ ഉപനിഷത്തിലുള്ള സംഗതിയാണ് കൃഷ്ണൻ എന്ന് പറയുന്ന സംഗതി. ആ തത്വമാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞത്. ആ തത്വത്തിന് കൊടുത്തിരിക്കുന്ന സൗന്ദര്യാത്മക രൂപമാണ് കൃഷ്ണൻ്റെത്. പിന്നെ ഗോപികമാരെന്തുകൊണ്ട് വലുതായി? അതായത് ഇതിനകത്ത് ഈ ദർശനം പറഞ്ഞിരിക്കുന്നത് 2 സംഗതികളേ ഉള്ളൂ. ഒന്ന് പുരുഷനും സ്ത്രീയും, പ്രകൃതിയും പുരുഷനും. ഇപ്പം ഞാൻ പ്രകൃതിയാണ്, സിനുജിയും പ്രകൃതിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകും. നമ്മുടെ ജനനത്തിന് മുമ്പ് നമ്മുടെ അമ്മയുടെ ശരീരത്തിന്റെ ഭാഗമല്ലേ നമ്മൾ? അമ്മയുടെ അണ്ടമായിട്ട് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായിരുന്നു. അപ്പൊ നമ്മുടെ ഈ ശരീരം എന്ന് പറഞ്ഞാൽ സ്ത്രീയാണ്. അപ്പൊ മാറ്റർ എന്തും സ്ത്രീയാണ്. ആ മാറ്റർ എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത് മാതൃ എന്നുള്ള വാക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ലാറ്റിനിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും ഇതിൻ്റെ എല്ലാം ഉറവിടം ഈ മാതൃകാണ്. അതിനകത്തു നിന്നാണ് മാത്രയും മീറ്ററും എല്ലാം വരുന്നത് അതിനകത്തു നിന്നാണ്. അപ്പോൾ മാറ്റർ എന്നുള്ളത് സ്ത്രീയാണ്. മനസ്സിലായില്ലേ? കൃഷ്ണനോടെ പുരുഷനാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഗോപികമാരെന്ന് ഉദ്ദേശിക്കുന്നത് സ്ത്രീയാണ് ഉദ്ദേശിക്കുന്നത്. സ്ത്രീ എന്ന് വെച്ചാൽ പ്രകൃതിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിലെല്ലാം, അല്ലെങ്കിൽ എല്ലാം ആണും പെണ്ണുമാണ് ഈ ഗോപിക കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ഇതിന്റെ ഈ സത്യത്തിന് ലിംഗമില്ലല്ലോ. ഈ അന്വേഷിക്കുന്നത് സത്യമാണ്, കണ്ടെത്തുന്നത് സത്യമാണ്, അല്ലേ? സത്യത്തിന് ലിംഗമില്ല. ആ ലിംഗത്തിന് അപ്പുറത്തേക്ക് പോകുമ്പോഴാണ് നമ്മൾ ശരിക്കും പുരുഷൻ കൃഷ്ണനിലേക്ക് എത്തുന്ന സാധനം. അപ്പോൾ അങ്ങനെ വളരെ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ട് ഈ സൗന്ദര്യത്തിൻ്റെ വഴിയിൽ, ഭക്തിയുടെ വഴി പോകുന്നവർക്ക് ഭക്തിയുടെ വഴി പോകാം. ഇതെല്ലാം ഒന്നും താല്പര്യമില്ലാത്തവർക്കാണെങ്കിൽ അതും ഓക്കെ. എന്തായാലും ഒരു വിഷാദ മൂഡിൽ നിന്ന് മാറിക്കിട്ടും. മനസ്സിലല്ലേ? ജ്ഞാനത്തിന് താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ വഴിൻ്റെ അങ്ങേ അറ്റത്തും എത്താം.
അപ്പോൾ ഈ ഗോപികമാരെ കൊണ്ട് ഉദ്ദേശിക്കുന്ന സംഗതി എല്ലാം നമ്മളെല്ലാം മനുഷ്യർ, ആണും പെണ്ണും ഉൾപ്പെടുന്ന മനുഷ്യരെയാണ് ഈ ഗോപിക കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ജീവൻ പോയി കഴിഞ്ഞാൽ എൻ്റെ കിളി പോയി, ആ കിളിയെയാണ് പുരുഷൻ പറയുന്ന സംഗതി. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെയൊക്കെയുള്ള ദർശനത്തിൻ്റെ സംഗതി, ഈ ഭാരതീയ ദർശനം അതിമനോഹരമായ രീതിയിലാണ് ഇത് നമ്മുടെ മുമ്പിൽ. അതിൻ്റെ ഏറ്റവും നല്ലൊരു സാധനമാണ് ഈ ജന്മാഷ്ടമി ദിവസത്തിലെ ഈ ഒരു സംഗതി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് ഇതെല്ലാം ആദ്യമേ ഇത് ചെയ്യുന്ന രസത്തിനോടൊപ്പം തന്നെ നമ്മുടെ സാമാന്യ ബുദ്ധി അത് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഈ ജന്മാഷ്ടമിയുടെ ഒരു രസം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഉണ്ണിക്കണ്ണന്മാര് അതുപോലെ ഗോപിമാരൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് QR കോഡ് സ്കാൻ ചെയ്യേണ്ടി വരും അല്ലേ? എക്സാക്ട്ലി. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ വെറുതെ ഇപ്പം നമ്മുടെ വീട്ടിലൊരു കൊച്ചു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടീനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് ഉണ്ണിക്കണ്ണനാണ്, ഗുരുവായൂരിരിക്കുന്ന കണ്ണൻ ഇത് തന്നെയാണെന്ന് കണ്ടാൽ പിന്നെ എന്തിനാണ് ഗുരുവായൂർ പോകുന്നത്? സിമ്പിൾ തിങ്. ഇതിൽ കൂടുതലൊരു പരിവർത്തനം വരാനുണ്ട് അല്ലേ? അതെ. അതേപോലെ വളരുന്ന കുട്ടി വളർന്നതിന് ശേഷം ഞാനിങ്ങനെ പണ്ട് വേഷം കെട്ടി എൻ്റെ ഉള്ളിൽ ഞാനന്ന് ഉണ്ണിക്കണ്ണനായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് ഒന്ന് ചിന്തിച്ചു തുടങ്ങിയാൽ അവിടെ നിന്ന് ചിന്തിക്കുന്ന ശേഷിയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ആ ശേഷി ഉണ്ടാവണമെന്നില്ല. ഇല്ലാത്തവരും ഓക്കെ, അവന് കുട്ടി ഉണ്ടാകുമ്പോൾ അവനും കെട്ടിക്കോളും. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ എല്ലാം ഈ പറഞ്ഞ വിഷാദത്തിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും വിപരീതാത്മകതയിൽ നിന്നും ഒക്കെയുള്ള ഒരു മാറ്റം ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ പോലും ഉണ്ടാകും. അറിയാവുന്നവർക്ക് അതിൻ്റെ അറ്റത്തെത്തുകയും ചെയ്യാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.